ഇന്ന് എൻ്റെ ഫേസിലൊരു പ്രത്യേക ഗ്ലോ ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഇന്ന് എൻ്റെ പെണ്ണുങ്ങളെ കാണാൻ പോവാം. അതെ, ആദ്യത്തെ പെണ്ണ് വന്നു. ഇവളുടെ വീട് മാഞ്ഞാലിയിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. തൃശ്ശൂർ പൂരം ആവാറായതുകൊണ്ട് തന്നെ ടൗണിനകത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ പൂരം എക്സിബിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുല്ലോ. ഞങ്ങളിങ്ങനെ ആകാശപാതയൊക്കെ കണ്ട് ശക്തനിലോട്ട് നേരെ ചെല്ലുമ്പോൾ അവിടെ 2 പെണ്ണുങ്ങളൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി ഹൈലൈറ്റ് മാളിലോട്ടാണ് പോണത്. മോളിനകത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 2 പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടാണ്. ഞങ്ങൾ എന്താ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ 8 പേരുണ്ട്. അതിൽ കുറേ പേര് പുറത്താണ്. ആ പുറത്തുള്ളവർ ആരെങ്കിലും ഒരാൾ നാട്ടിലെത്തുമ്പോൾ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു തവണയെങ്കിലും കാണാൻ ശ്രമിക്കുക. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ. ഇതിപ്പോൾ ജസ്റ്റിനെ പല്ലി കമ്പിട്ടിട്ട് തിന്നാനുള്ള അക്രമങ്ങളാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിന്നും ഇരുന്നും ഒക്കെ സംസാരിച്ച് മതി വരുന്നില്ല. ചിരിയുടെ ശബ്ദമാണ്. ശരിക്കും ഒരു മോളിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നു കാര്യമേ അല്ല. അടുത്ത ഞങ്ങളുടെ ഒരു മൂവി പ്ലാൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ് ടുഗദർ. അങ്ങനെ പള്ളിച്ചട്ടമ്പിയാണ് കണ്ടത്. ഈ വിമോചന സമരത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് സിനിമ നല്ല ഇഷ്ടമായി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫോട്ടോ ബൂത്തിൽ കയറിയിട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് എല്ലാവരും ഓരോ പീസ് കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ടീ ടൈമാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ ഒരു തിരക്കില്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നീ എന്താ ചെയ്യണേ? ഹൗസ് വൈഫ്. ഞങ്ങളിങ്ങനെ കൂടിക്കഴിഞ്ഞുണ്ടല്ലോ ചുറ്റും ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വീണ്ടും കാണാനുള്ളൊരു പ്ലാനും ആക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് പോകുകയാണേ.